യാതൊരു സൂചനയും പാകിസ്ഥാന് നൽകാതെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ, അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാക് അധീന കശ്മീരിൽ കടന്നു ചെന്ന് ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? സാധാരണ ജനവാസ മേഖലകളെ ഒന്നും തൊടാതെ ഭീകരരുടെ താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതിന് പിന്നിൽ മാരകശേഷിയുള്ള ആയുധങ്ങളുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. क्या हुआ, कहाँ जा रहे हैं? പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ. 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരകേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യയുടെ ഈ മാസീവ് സ്ട്രൈക്ക്. സാധാരണ ജനങ്ങൾക്ക് ഒരു അപകടവും ഉണ്ടാവാത്ത വിധം കൊലാറ്ററൽ ഡാമേജ് ഒഴിവാക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂറിനു വേണ്ട ആയുധങ്ങൾ പോലും ഇന്ത്യ തെരഞ്ഞെടുത്തത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും ലക്ഷ്യമിട്ടില്ല, ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടില്ല. ഒരു ശസ്ത്രക്രിയ നടത്തുന്ന കൃത്യതയോടെയുള്ള മിലിറ്ററി ഓപ്പറേഷൻ, എ ക്ലിനിക്കൽ പ്രിസിഷൻ അറ്റാക്ക്, അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും ആഗോള ഭീകരനുമായ മസൂദ് അസറിന്റെ പ്രധാന കേന്ദ്രമായ ബഹാവൽപൂരിലെയും ലഷ്കർ ഇ തൈബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ താവളമായ മുരിദ്കയിലെയും ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേന ഉപയോഗിച്ചത് റഫാൽ യുദ്ധവിമാനങ്ങളാണ്. പരമാവധി നാശം വിതയ്ക്കാൻ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഇന്ത്യ ഉപയോഗിച്ചു. നമുക്ക് ആദ്യം റഫാലിനെ കുറിച്ച് നോക്കാം. നമുക്കറിയുന്നത് പോലെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തിയുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫാൽ. 4.5 ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് റഫാൽ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധമുഖത്ത് ഉപയോഗപ്രദമാകുന്ന അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ് റഫാൽ യുദ്ധവിമാനം. തെയിൽസ് RBE-2 എയ്സ റഡാറും അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും പ്രധാന പ്രത്യേകതയാണ് റഫാലിന്റെ. ഹാമർ, സ്കാൽപ്, മൈക്ക തുടങ്ങിയ ആയുധങ്ങളാണ് റഫാലിനൊപ്പം ഉപയോഗിക്കുന്നത്. 10 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനുകൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയും റഫാലിനെ. 10 ടൺ ചരക്ക് വഹിക്കാൻ റഫാലിന് ശേഷിയുമുണ്ട്. കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും ഒരുപോലെ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ കഴിവുണ്ട് റഫാലിന്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാം എന്ന പ്രത്യേകതയുമുണ്ട്. 36,000 മുതൽ 50,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ റഫാലിന് ശേഷിയുണ്ട്. മണിക്കൂറിൽ 2222 കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗം. ചെറിയ റൺവേയിൽ നിന്നും പറന്നുയരാം എന്നുള്ളതും റഫാലിന്റെ കരുത്തുകൂട്ടുന്നു. അതാണ് റഫാൽ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത. ഇനി നോക്കാം സ്കാൽപ് മിസൈൽ. സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ളവയാണ് സ്കാൽപ് മിസൈലുകൾ. സ്റ്റോം ഷാഡോ എന്നും ഈ മിസൈലിനെ വിളിക്കാറുണ്ട്. ഒരു ടാർഗറ്റ് അഥവാ ഒരു ലക്ഷ്യം ഉറപ്പിച്ച് പോർവിമാനങ്ങളിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്കാൽപ് മിസൈലുകളെ നിയന്ത്രിക്കാനോ ആ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല. അതുകൊണ്ട് കമാൻഡ് സൈറ്റുകൾ, എയർഫീൽഡുകൾ ഒക്കെ തകർക്കാനാണ് സ്കാൽപ് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. 450 കിലോഗ്രാം പോർമുന വഹിച്ച് 300 കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് സബ്സോണിക് സ്കാൽപ് മിസൈലുകൾ. റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ മിസൈലുകൾ ഇന്ന് പുലർച്ചെ തൊടുത്തുവിട്ടത്. രാത്രിയിലും ഏത് കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുമെന്നത് സ്കാൽപിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. INS, GPS, ടെറൈൻ റെഫറൻസിംഗ് ടെക്നോളജിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സംവിധാനമാണ് സ്കാൽപ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൺസോർഷ്യമായ MBD ആണ് സ്കാൽപിന്റെ നിർമ്മാണ കമ്പനി. കഴിഞ്ഞ വർഷം റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതും ഇതേ സ്കാൽപ് മിസൈലുകളാണ് എന്നോർക്കുക. ലക്ഷ്യസ്ഥാനത്തിന്റെ ചിത്രം മിസൈലിലേക്ക് ഫീഡ് ചെയ്താണ് തൊടുത്തുവിടുന്നത്. ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതോടെ മിസൈലിലെ ഇൻഫ്രാറെഡ് സംവിധാനത്തിലൂടെ ലക്ഷ്യസ്ഥാനം കൃത്യമാണെന്ന് ഉറപ്പിക്കുന്നു. പിന്നീട് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. കട്ടിയുള്ള ഒരു കോൺക്രീറ്റിൽ എന്താണ് ഇതിന്റെ ഹിറ്റിംഗ് ഇമ്പാക്ട് നോക്കാം. കട്ടിയുള്ള കോൺക്രീറ്റിൽ 5 മീറ്റർ വരെ അകത്തേക്ക് തുളച്ചു കയറാൻ ശേഷിയുണ്ട് സ്കാൽപ്പിന്. ഒന്നിന് പിറകെ ഒന്ന് നിലയിൽ 2 പോർമുനകൾ സ്കാൽപ്പിൽ ഉണ്ട്. ലക്ഷ്യസ്ഥാനത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആണെങ്കിൽ പോലും 5 മീറ്റർ അകത്തേക്ക് തുറക്കുന്നു. അതിനാണ് പ്രീക്കേഴ്സ് എന്ന് പറയുന്ന പോർമുന ഉപയോഗിക്കുന്നത്. പിന്നാലെ അകത്തേക്ക് തുളച്ചു കയറുന്ന ബോംബും ഉണ്ടാവും. അപ്പോഴാണ് എക്സ്പ്ലോഷൻ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടന്നു കഴിയും എന്നതാണ് സ്കാൽപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച മറ്റൊരു ആയുധമാണ് ഹാമർ അഥവാ ഹൈലി അജൈൽ മോഡുലർ മ്യൂണീഷൻ എക്സ്റ്റൻഡർ റേഞ്ച് എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ആയുധമാണ് ഹാമർ. ഗ്ലൈഡ് ബോംബ് എന്നൊരു പേരുകൂടി ഈ ഹാമറിനുണ്ട്.
70 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ തൊടുക്കാൻ ശേഷിയുള്ള ഈ ആയുധം 125 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്നതുമാണ്. സഫ്രൻ എന്ന ഫ്രഞ്ച് കമ്പനി നിർമ്മിച്ചതാണ് ഹാമറിനെ. ഉയരം കുറഞ്ഞ പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പോലും തൊടുക്കാൻ കഴിയുന്നതാണ് ഹാമേഴ്സ്. ബലമേറിയ കോട്ടകൊത്തളങ്ങളെ പോലും തകർത്ത് തരിപ്പണമാക്കാൻ കെൽപ്പുള്ളതാണ് ഹാമർ ബോംബുകൾ. വിത്തിൻ 25 മിനിറ്റ്സ് 25 മിനിറ്റിൽ 9 പ്രധാന ഭീകര താവളങ്ങൾ, അതും പാക് അധീന കശ്മീരിൽ കടന്നു ചെന്ന് തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കരുത്തായത് അതിമാരക പ്രഹരശേഷിയുള്ള ഈ ആയുധങ്ങൾ കൊണ്ടാണ്. പഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ. 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരകേന്ദ്രങ്ങൾ തകർത്തായിരുന്നു ഇന്ത്യയുടെ ഈ മാസീവ് അറ്റാക്ക്.